അല്ലെങ്കിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പൊളിയലിനേക്കാളും വലിയ ദുരന്തമായിരുന്നു ഈ താഴേക്കോട് പഞ്ചായത്തിൽ സംഭവിക്കാനിരിക്കുക. നിരന്തരമായി CPM-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, CPM-ന്റെ സൈബർ പോരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് MLA ഫണ്ടാണെന്നാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. തന്നെ പ്രതി ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് CPIM-ന്റെ സൈബർ പോരാളികൾ നടത്തുന്നതെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ താഴേക്കോട് മരുതംപാറയിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ കമ്മ്യൂണിറ്റി സെന്റർ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. താഴേക്കോട് പഞ്ചായത്തിലെ മരുതൻപാറ പട്ടികജാതി സദ്ഗ്രാമത്തിൽ 2019-20 വർഷത്തെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ നിർമ്മാണം ആരംഭിച്ചത്. പട്ടികജാതി വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററിനായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നജീബ് കാന്തപുരം MLA സ്ഥലം സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടവും നാഷണൽ ഹൈവേയുമെല്ലാം പൊളിഞ്ഞു വീണതിനു പുറകെയാണ് പെരിന്തൽമണ്ണയിലും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടം പൊളിഞ്ഞു വീണിരിക്കുന്നത്. സർക്കാരിന്റെ നേരിട്ടുള്ള ഏജൻസിയായ നിർമ്മിതിയുടെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പുരോഗമിച്ചിരുന്നത്. നജീബ് കാന്തപുരം MLA ആകുന്നതിനും 2 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കമ്മ്യൂണിറ്റി സെന്ററിന്റെ പ്രവൃത്തി 2025 ആയിട്ടും പാതി വഴിയിലെത്തി നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കെട്ടിടം നിലം പതിച്ചതും. SC ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടമായതിനാൽ MLA ഇതിന് ഉത്തരവാദിയല്ലെന്നും CPIM-ന്റെ സൈബർ പോരാളികൾ തന്നെ പ്രതി ചേർത്ത് ആരോഗ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും കെട്ടിടം തകർന്നു വീണതിന്റെ ഉത്തരവാദിത്തം പട്ടികജാതി വകുപ്പ് മന്ത്രിക്കാണെന്നും MLA പറഞ്ഞു. സംസ്ഥാന സർക്കാർ SC വിഭാഗത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയുടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താഴേക്കോട് പഞ്ചായത്തിലെ മരുതമ്പാറ സദ്ഗ്രാമത്തിൽ സംഭവിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ വീഴ്ച. കഴിഞ്ഞ 5 വർഷക്കാലമായി 2019-ലെ SC ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയത്. 5 വർഷം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ SC വിഭാഗത്തിന് ഒരു റിസോഴ്സ് സെന്റർ ആയിട്ട് മാറേണ്ട ഒരു കെട്ടിടമാണ് ഈ തരത്തിൽ തകർന്നു പോയത്. ഇത് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പല തവണ ഞങ്ങൾ ഇതിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതിനുപയോഗിക്കുന്ന കല്ല് വളരെ മോശമാണ്. ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാം, സിമന്റ്, നമ്മൾ കല്ല് പടവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമന്റ്, ഒരു തരി സിമന്റ് ഇല്ല. ആകെ പൂടി കൊണ്ട് മാത്രം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കല്ല് അടർന്നു വീഴുന്നു. മാത്രമല്ല, ഇവിടെ ബീമുകൾ അടക്കം വീണിട്ട് അതിനകത്തൊരു കമ്പി പോലും ഇല്ല. ഇത് ഏത് എഞ്ചിനീയർമാരാണ് നോക്കുന്നത്? ഇതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് സംസ്ഥാന സർക്കാർ SC വിഭാഗത്തിന് വേണ്ടി അംബേദ്കർ കോളനി എന്ന പേരിൽ, അംബേദ്കർ ഗ്രാമം എന്ന പേരിൽ നിർമ്മിച്ച് നമ്മുടെ ഓരോ നിയോജകമണ്ഡലത്തിലും 2 ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2019-ൽ തുടങ്ങിയിട്ടുള്ള, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത് ഇപ്പോഴും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തീരാത്ത പണി. മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ, ഇപ്പൊ അവിടെ അനിലൊക്കെ ഉണ്ട്, അവരൊക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ബഹുമാന്യനായ SC വിഭാഗം മന്ത്രിയെ വിളിച്ച് ഈ അപകടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം അന്നേരം അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ നമുക്ക് ഇത് അറിയാനോ പറയാനോ ചോദിക്കാനോ ഒരു സംവിധാനവും ഇല്ലാത്ത ഇത്രയും കുത്തഴിഞ്ഞ തരത്തിലുള്ള ഒരു ഗവൺമെന്റായി സംസ്ഥാന ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നതാണ് സങ്കടകരമായ കാര്യം. മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഫണ്ട് ലാപ്സ് ആകുന്നത് SC വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1 കോടി രൂപയാണ് അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ എല്ലാ വർഷവും 2 സദ്ഗ്രാമങ്ങൾക്കായിട്ട് ഒരു നിയോജകമണ്ഡലത്തിൽ അനുവദിക്കുന്നത്. എന്നാൽ എല്ലായിടത്തെയും പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നിർമ്മിതിയാണ്. അത് സർക്കാരിന്റെ ഏജന്റാണ്. സർക്കാർ ഏജൻസി തന്നെ നേരിട്ട് ഏറ്റെടുത്ത് SC വിഭാഗത്തിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം ഇത്രയേറെ ഒരു വെള്ളാന പോലെ ആർക്കും എത്ര അഴിമതിയും നടത്താൻ പറ്റുന്ന തരത്തിലാണ്. ഇവിടെ 1 കോടി രൂപ ചെലവഴിക്കുമ്പോൾ, അല്ലെ 25 ലക്ഷം രൂപയുടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ 5 ലക്ഷം രൂപയെങ്കിലും ചിലവഴിക്കണ്ടേ? ഇത് ഗവൺമെന്റ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നിയമസഭാ അംഗം എന്ന നിലയിൽ ഇതിൽ ശക്തമായ എതിർപ്പ് പല ഘട്ടത്തിലും, ഇപ്പൊ ഞങ്ങൾ തന്നെ ഇതിന്റെ ഇവാലുവേഷൻ മീറ്റിങ്ങുകൾ ചേരുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിർമ്മിതിയെ ഇതിൽ നിന്ന് മാറ്റണം. സർക്കാർ ഇത് ഒരു ടെൻഡർ ചെയ്ത് ഇത് വേറെ കോൺട്രാക്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നിർമ്മിതി ഏറ്റെടുത്ത ഏത് പ്രവൃത്തിയാണ്? 140 മണ്ഡലങ്ങളിലും നിങ്ങൾ സഞ്ചരിച്ചു നോക്ക്.
നിർമ്മിതി ഏറ്റെടുത്ത ഏതു പ്രവൃത്തിയാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കുന്നത്? ഏത് പ്രവൃത്തിക്കാണ് ഈ തരത്തിലുള്ള ഒരു ക്വാളിറ്റി മെഷർമെന്റ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ 2 തൊഴിലാളികൾ ഇതിനകത്തായിരുന്നു. ഭാഗ്യവശാൽ അവരുടെ ജീവന്റെ ബലം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പൊളിയലിനേക്കാളും വലിയ ദുരന്തമായിരുന്നു ഈ താഴെക്കോട് പഞ്ചായത്തിൽ സംഭവിക്കാനിരിക്കുക. സർക്കാരാണ് ഇതിന്റെ കുറ്റവാളി. ഇത് തീർച്ചയായിട്ടും ഇത് പൊതുഫണ്ടാണ്. പൊതുഫണ്ട് സർക്കാരിന് തോന്നിയ പോലെ വെള്ളാന പോലെ അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രമാക്കുകയാണ്. ബഹുമാന്യനായ SC മന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ രാത്രി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇത്ര വലിയ തോതിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും മാധ്യമങ്ങളിൽ വരുമ്പോഴും മന്ത്രിമാർ പോലും ഈ കാര്യം അറിയുന്നില്ലെങ്കിൽ ഇത് നോക്കാനും പറയാനും ആരാണുള്ളത്? ഇത് വളരെ ടാർഗറ്റ് ചെയ്ത് എനിക്കെതിരെ പറയാം. എൻ്റെ MLA ഫണ്ടിലാണ് ഈ തുക അനുവദിച്ചതെങ്കിൽ അതിൻ്റെ മോണിറ്റർ ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. പക്ഷെ ഇത് SC ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത്. അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കളവ് 1000 കൊട്ടേഷൻ കൊടുത്തിട്ട് 1000 ആളുകൾ കൊണ്ട് കമന്റ് ഇടിച്ചാൽ അത് സത്യമാവില്ലല്ലോ. നിരന്തരമായി CPM-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, CPM-ന്റെ സൈബർ പോരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് MLA ഫണ്ടാണെന്നാണ്. MLA-യുടെ 25 ലക്ഷം എന്നാണ്. MLA ഞാൻ വന്നതന്നെ 2021-ലാണ്. ഇത് 2019-ൽ, അതും അന്നത്തെ MLA-യുടെ ഫണ്ടല്ല, അന്നത്തെ SC ഫണ്ടാണ്. 2019-ൽ തുടങ്ങിയ ഒരു കെട്ടിടത്തിന്റെ പണിയാണ് 2025-ലും അവസാനിക്കാതെ നിൽക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്നതും നിർമ്മാണം പൂർത്തീകരിച്ചതുമായ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് അപകടങ്ങളും മരണം വരെ സംഭവിച്ച വാർത്തകൾ കേരളത്തിൽ ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം സിസ്റ്റത്തിന് തന്നെയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.